ഇന്ന് നമുക്കൊരു ഹാൻഡ് മെയ്ഡ് പേപ്പർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു DIY ആണ്. നമ്മൾ യൂസ് ചെയ്ത പേപ്പേഴ്സ് കൊണ്ട് നല്ല അടിപൊളി കളർഫുൾ പേപ്പേഴ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ നോട്ട്ബുക്കാണ് എടുത്തിട്ടുള്ളത്. നോട്ട്ബുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് എടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ പേപ്പർ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ സോക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേനും നല്ല കുതിർന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം ഇത് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതൊന്ന് നല്ല പൾപ്പാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ഇതുപോലത്തെ അരിപ്പയാണ്. നമ്മൾ പൊടിയൊക്കെ അരിക്കണ സ്ട്രെയിനറില്ലേ, അതാണ് ആവശ്യമുള്ളത്. നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ഈ പൾപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ വൈറ്റ് കളർ പേപ്പർ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനിയിപ്പോൾ നമുക്ക് കളർഫുൾ പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ ഈ പൾപ്പിലേക്ക് ആവശ്യമുള്ള കളർ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ യെല്ലോ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പൾപ്പിലേക്ക് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മഞ്ഞൾപ്പൊടിക്ക് പകരം നമുക്ക് മറ്റ് ഫുഡ് കളറൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫുഡ് കളർ ഈ പൾപ്പിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ അരിപ്പ് ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത വെള്ളത്തിലൊന്ന് മുക്കി വെക്കാം. ഒരു 2 സെക്കൻഡ് മതി. എന്നിട്ട് നമുക്കത് എടുത്താൽ പൾപ്പൊക്കെ നമ്മളെ ഈ അരിപ്പയിൽ വന്നിട്ടുണ്ടാവും. ഇനി ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ഡ്രൈ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോട്ടണിൽ വെക്കുകയാണ് അരിപ്പ്. എന്നിട്ട് വേറൊരു കോട്ടൺ കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പതുക്കെയാണ് കേട്ടോ പ്രസ് ചെയ്യണത്. സ്പീഡിലാക്കിയാൽ ഇത് കോട്ടണിന്മേൽ തന്നെ പോരും. അപ്പം നല്ല ശ്രദ്ധിച്ചിട്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്ത് വെള്ളമൊക്കെ കളയുക. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കോട്ടൺ മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കോട്ടൺ പതുക്കെ ടാപ്പ് ചെയ്ത് വെക്കുക. ഇപ്പോൾ പേപ്പർ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാനൊന്ന് പതുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കാൻ പോവാണ്. മറ്റേ ചപ്പാത്തി കോയിൽ വെച്ചിട്ട് പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തെ തിക്നെസ് സെയിം ആവാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് സെയിം ആയിക്കോളല്ലോ വെച്ചിട്ട് ചെയ്യണതാണ്. ഇനി ഇത് 24 hours വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വെയിലുണ്ടെങ്കിൽ പുറത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതി. അപ്പോൾ ഇതാ നമ്മളെ പേപ്പർ റെഡി ആയിട്ടുണ്ട്. ഞാൻ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഒരു ശരിയില്ലാഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് ആ പേപ്പറിൽ നല്ല എഴുതുകയും പെയിൻറ്റ് ചെയ്യുകയും എന്തും ചെയ്യാം. ഞാൻ പല കളർഫുൾ പേപ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും വേഗം പോയിട്ട് വേസ്റ്റ് പേപ്പറൊക്കെ എടുത്ത് നല്ല അടിപൊളി പേപ്പേഴ്സ് ഉണ്ടാക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.